ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറിയേക്കും. നിലവിൽ ചെന്നൈയിൽ നിന്ന് തെക്ക് കിഴക്കായി 800 കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദം. ഇത് വടക്കു പടിഞ്ഞാറൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭീതിജനകമാണല്ലോ. ഏത് തരത്തിലുള്ള മുൻകരുതലുകളാണ് ചെന്നൈയിൽ തമിഴ്നാട്ടിൽ എടുത്തിരിക്കുന്നത്? പൊതുവിൽ ഏതൊക്കെ മേഖലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ സ്വീകരിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഒപ്പം തന്നെ ഇന്നും നാളെയുമായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളൊപ്പം ഈ മുൻകരുതലുകളൊക്കെയും ആളുകളെ ശരിക്കൊന്ന് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇത് ആശങ്കയ്ക്കപ്പുറം കൂടുതൽ ജാഗ്രത വരുത്താനാണ് ഇത്തരത്തിൽ കടുത്ത നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായി ഈ ന്യൂനമർദ്ദം ശക്തമാകുന്നുണ്ട്. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറും എന്നുള്ളൊരു സൂചനയാണ്, എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നൽകിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഒരു 600 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ ജില്ലകളെയാകും ഇത് തമിഴ്നാടിൻ്റെ തെക്കു പടിഞ്ഞാറൻ ജില്ലകളെ കാര്യമായി ബാധിക്കും. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ ചില ജില്ലകളെ ബാധിക്കുന്നുണ്ട്. തിരുപ്പതി അടക്കമുള്ള ജില്ലകളെ ബാധിക്കും. ഒപ്പം കേരളത്തിലെ ചില ജില്ലകളിൽ മഴ പെയ്യാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില പ്രദേശങ്ങളിലേക്കും ഒക്കെ മഴ വ്യാപിക്കും എന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുതുച്ചേരിയിലടക്കം കനത്ത മഴയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കാരയ്ക്കലും മറ്റ് 2 ജില്ലകളിലും, അതായത് കൂടല്ലൂരും നാഗപട്ടണത്തുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നാഗപട്ടണത്ത് അതിശക്തമായ മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. NDRFന്റെയും SDRFന്റെയും ഓരോ പ്രത്യേക സംഘങ്ങളെ ഇവിടത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകുന്നത് ചെന്നൈയിൽ നിന്ന്.